ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് അധികം സീഡ്സ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സീഡ്സൊക്കെ ഒന്ന് മുളപ്പിക്കുന്നതാണ് വീഡിയോ കാണിക്കുന്നത്. ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ഓൺലൈൻ നഴ്സറിയിൽ നിന്നാണ് ഞാൻ ഈ സീഡ്സൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മുളകിൻ്റെ ഒരു 20ഓളം മുളക് വെറൈറ്റി, പിന്നെ വേറെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പച്ചക്കറിയുടെ റെയറായിട്ടുള്ള കളക്ഷനായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതലും മുളകുകളാണ് കേട്ടോ. ഇതിൽ കാണിക്കുന്നുണ്ട് ഉജ്ജ്വല എന്നൊക്കെ പേരുള്ള, അതൊക്കെ മുളകാണ്. പിന്നെ ചുരക്കയുടെ വട്ടത്തിലുള്ളതും പിന്നെ നല്ല നീളത്തിലുള്ള ടൈപ്പ് ചുരക്കായും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പാകുന്നത് ഒരു ട്രേയിലാണ്. ഇതാണ് നമ്മൾ പാകാൻ എടുത്ത ട്രേ. അതിനകത്ത് ഞാൻ ചകിരിച്ചോറ് മാത്രമാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. ചകിരിച്ചോറും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മൾ ആ ട്രേയിലേക്ക് ഇതുപോലെ ഓരോ വിത്തുകൾ നമ്മളിങ്ങനെ ഓരോ പോട്ടിലിങ്ങനെ പാകുവാണ്. നമുക്ക് ഇങ്ങനെ പാകാനായിട്ട് നമുക്ക് 2 കുട്ടി കർഷകരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതൊക്കെ പാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ സീഡ്സൊക്കെ വാങ്ങി പിടിപ്പിച്ചിട്ട് വീടിൻ്റെ പുറകിലൊരു ഗ്രോ ബാഗിൽ, ഒരു 10 ഗ്രോ ബാഗിലായിട്ട് നമ്മളൊരു 10 എങ്കിലും പച്ചക്കറി നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം രാവിലെയൊക്കെ ഒരു കറി വയ്ക്കാനോ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയ അത്രയും വിശ്വാസത്തോടെ നമ്മൾ വളർത്തിയ പച്ചക്കറി തന്നെ കഴിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ നമ്മളൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, തമിഴ്നാട്ടിലുള്ള ഒരാൾ പറയുന്നൊരു വീഡിയോ. അതിൽ പറയുന്നത് നല്ല വിഷമാണ് അവരതിൽ സ്പ്രേ ചെയ്യുന്നത്. അവരാരും ആ പച്ചക്കറി കഴിക്കാറില്ല. അവർ കഴിക്കാനായിട്ട് അവരുടെ വീടിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു അടുക്കള കൃഷിത്തോട്ടമുണ്ട്. അതിലുള്ള പച്ചക്കറി മാത്രമേ ആൾ കഴിക്കാറുള്ളൂ. ഇതെല്ലാം കേരളത്തിലേക്ക് കൊടുത്തു വിടുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇതുപോലെ ഒരു അടുക്കള കൃഷി തുടങ്ങുകയാണെങ്കിൽ നമുക്കും ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അതിലൂടെ തന്നെ കഴിക്കുവാൻ സാധിക്കും, അല്ലേ? അത് രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴും കുറച്ച് വെള്ളമോ ഇടയ്ക്കൊന്ന് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ സീഡ്സിനാണെങ്കിലും വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ തൈയിൽ നിന്ന് ഒരുപാട് പച്ചക്കറി നമുക്ക് പറിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ കാര്യമൊന്ന് നിങ്ങൾ ഇതിൽ കൃഷിയോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ചെടികൾ മാത്രം വളർത്തുന്ന ആളുകളും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇതുപോലെ പച്ചക്കറികളിലോട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ആ പാത്രത്തിലും ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ സീഡ് മുളപ്പിക്കാനായിട്ടൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്തൊക്കെ ഓരോ പച്ചമുളകിൻ്റെ അരികളൊക്കെ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. ചെറുതായിട്ട് അതിൻ്റെ ഇങ്ങനെ മുളയൊക്കെ പൊന്തി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഡ്രൈ ആവാൻ നിൽക്കില്ല, ആ സമയത്ത് വെള്ളം ഒഴിക്കില്ല, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കല്. അപ്പോൾ നമ്മുടെ വിത്ത് ചീഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട്. ആദ്യം കുറച്ച് അതിൻ്റെ പാകിയത്, ബാക്കിയുള്ളതാണ് ഇതൊക്കെ. ഇതിലും കൂടുതൽ ഇതൊക്കെ ഒരു ചുമല കളറിലെ വെണ്ട വിത്താണ്. ഇതൊരു പീക്കോക്കിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു ചീരവിത്താണത്. അതുപോലെ ചോളത്തിൻ്റെ 2 ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പർപ്പിൾ കളറും പിന്നെ ഒന്ന് വൈറ്റ് കളറും. പിന്നെ അതുപോലെ മുളകിൻ്റെ കുറേ ബ്രിഞ്ചാളിൻ്റെ വെറൈറ്റീസ് ഒക്കെ അപ്പോൾ ഇതെല്ലാം ഇതും കൂടെ നമുക്കൊന്ന് പാകാം. അതിനായിട്ടും കുറച്ച് ചെടിച്ചട്ടികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഈ ഇപ്പം കാണുന്നത് ഒരു മഞ്ചാടിക്കുരുവാണ്. അപ്പോൾ അവിടെ ഓൺലൈനായിട്ട് മഞ്ചാടിക്കുരുവിൻ്റെ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഞ്ചാടിയല്ല, കുന്നിക്കുരു. അപ്പം കുന്നിക്കുരുവൊക്കെ അങ്ങനെ ഞാൻ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിത്തുണ്ട്, എല്ലാം ഒന്ന് പാകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വിത്ത് പാകി കഴിഞ്ഞുള്ള ഇത് വളർന്നു കഴിയുമ്പോഴത്തേനുള്ള ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുന്നതും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. നമ്മുടെ ഇടുന്ന വളം എന്താണ് എന്നെല്ലാം നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ വിത്തുകൾ. ഇതെല്ലാം കൂടിയായിട്ട് നമുക്ക് ഓരോ പോട്ടിലേക്ക് ഇങ്ങനെ വെക്കാം. ഞാനിതൊക്കെ പിന്നെ ഹാങ്ങിങ് പോട്ടായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയ പോട്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു സീഡ്സൊക്കെ കിളിപ്പിക്കാനായിട്ട്. അപ്പം അതിലെല്ലാം നട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാം. ഞാൻ വാങ്ങിയ ഒരുപാട് മുളക് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതും ഒരു ഗാർഡൻ ആയിട്ട് പോലെ സെറ്റ് ചെയ്യാനും സാധിക്കും. കാരണം പല വെറൈറ്റി മുളകുകൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതും ഒരു ഭംഗിയുള്ളതല്ലേ. ഇത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുള്ളൊരു അപ്ഡേഷനാണ്. അത്യാവശ്യം കുറേയൊക്കെ തൈകളൊക്കെ കിളുത്ത് വന്നു. ഇതുകൊണ്ട് ഇതൊക്കെ നല്ലതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കത് പറിച്ച് നടണം. അപ്പോൾ ചിലതൊക്കെ മുളകുകളാണ്. മുളകിനൊക്കെ ഇച്ചിരി താമസം ഉണ്ടാകും വളരാനായിട്ട്. ബാക്കി ചെടികളൊക്കെ കുറച്ചും കൂടി നേരത്തെ വളരും. വെണ്ടയാണെന്ന് തോന്നുന്നു ഒന്ന് കിളുത്ത് നിൽക്കുന്നത്, ബാക്കി മുളകുകളാണ്. അപ്പോൾ താങ്ക് യു, എല്ലാവരും വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി.